ആരോഗ്യ വകുപ്പിനെതിരെ വിവാദങ്ങൾ തുടരുന്നതിനിടെ വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് ജീവൻ നിലനിർത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിൽ. ഏതാശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. സുജിത്ത്, മന്ത്രിക്ക് ഇത് എളുപ്പത്തിൽ പറയാം. ഈ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ അവരെങ്ങോട്ട് പോകും? അങ്ങനെ ഒരു വിവാദ പ്രസ്താവന, ആ പ്രസ്താവന ആരോഗ്യ വകുപ്പിനെ കൂടി നമ്മുടെ ആശുപത്രി സംവിധാനത്തിന്റെ മികവിനെ കൂടി പ്രതിരോധത്തിലാക്കുന്നു. വിവരങ്ങൾ. സുഹൈൽ, മന്ത്രി വീണ ജോർജിനെതിരായ ഈ പ്രതിപക്ഷ സംഘടനകളുടെ സമരത്തെ രൂക്ഷമായി വിമർശിച്ച സജി ചെറിയാൻ തങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതായത് സ്വകാര്യ ആശുപത്രിയിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് ആദ്യ സംഭവമല്ല, അതിലൊരു പുതുമയുമില്ല. ചിലപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇല്ലാത്ത അത്യാധുനിക സജ്ജീകരണങ്ങളൊക്കെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ജീവൻ നിലനിർത്താൻ ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വരും. തനിക്കുണ്ടായ അനുഭവം അത്തരത്തിലൊന്നായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടേണ്ട സാഹചര്യമുണ്ടായ തന്നെ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതേസമയം തന്നെ പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടിയും പൊതു ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയുമുള്ള ഗൂഢശ്രമങ്ങളുടെ ഭാഗമാണ് എന്നും സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നു. മറ്റൊന്ന്, പ്രതിപക്ഷത്തിന് ഇപ്പോൾ വട്ടുപിടിച്ചിരിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നാടകങ്ങൾ മാത്രമാണിത്. അധികാരം കിട്ടാത്തതിന്റെ ഭ്രാന്താണ്. LDF മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്നതിന്റെ വെപ്രാളമാണ് UDF-നുള്ളതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാർ, UDF-ന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ മേജർ ആരോഗ്യ വകുപ്പ് ഇത്രത്തോളം പ്രതിസന്ധി നിൽക്കെ, പ്രതിഷേധ ജാലകളുടെ ഇടയിൽ പ്രതിരോധത്തിൽ നിൽക്കെ ഇതൊരു അനവസരത്തുള്ള പ്രതികരണമല്ലേ? പ്രത്യേകിച്ച് മന്ത്രിമാരുടെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിന്റെ മികവ് എന്തെന്ന ചോദ്യം വീണ്ടും ഉയർത്തുകയല്ലേ? നമ്മളുടെ ഈ പറയുന്ന ആരോഗ്യ സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളോട് കിടപിടിക്കാൻ പാകത്തിലുള്ള ഒരു അത്രയും മെഷീനറീസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂനത അത് പുറത്തു കൊണ്ടുവരികയില്ലേ? പ്രത്യേകിച്ച് നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ പറയുന്ന നമ്മുടെ ടാഗ് ലൈന് കൂടി ന്യൂനതയുണ്ടെന്ന് പറഞ്ഞു വെക്കുകയല്ലേ മന്ത്രി സജി ചെറിയാൻ? അതെ സുഹൈൽ, ഞാൻ ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ മന്ത്രിയോട് ചോദിച്ചതും. കാരണം കേരളം നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഒരു മറുപടി ഉണ്ടായത്. അതായത് സ്വകാര്യ ആശുപത്രികളെ തള്ളിക്കളയാതെ, സ്വകാര്യ ആശുപത്രികളിൽ അത്യാധുനിക സൗകര്യങ്ങളുണ്ട്, എന്നാൽ ഇത്തരം സൗകര്യങ്ങൾ ഇല്ല, നമ്മുടെ പൊതു ആശുപത്രികളിൽ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തൻ്റെ ജീവൻ പോലും രക്ഷപ്പെടുത്തിയത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണ്. താൻ ആദ്യം ചികിത്സ തേടിയത് സർക്കാർ മെഡിക്കൽ കോളേജിലായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ അവിടെ വെച്ച് തന്റെ നില ഗുരുതരമായ സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രിയിൽ തനിക്ക് ചികിത്സ തേടേണ്ടി വന്നത്. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ മോശമാണെന്ന് പറയാൻ സാധിക്കില്ല. ഇതേ നാവ് കൊണ്ട് തന്നെയാണ് മന്ത്രി പറയുന്നത്. സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്നതിനും ഉള്ള ഗൂഢ നീക്കമാണ് ഇപ്പോൾ UDF നടത്തുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കെതിരായ സമരം. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാൻ CPM-നും സർക്കാരിനും അറിയാം. മന്ത്രിയെയും അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തെയും പൊതു ആരോഗ്യ മേഖലയെയും സംരക്ഷിക്കാൻ അറിയാം. തങ്ങൾ അതിനുവേണ്ടി നിലകൊള്ളുമെന്ന് ഒരേ സമയം തന്നെ മന്ത്രി സ്വകാര്യ ആശുപത്രികളെ തള്ളുകയും സ്വകാര്യ ആരോഗ്യ മേഖലയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തെ BJP-യെയും കോൺഗ്രസിനെയും ഒരേ കട്ടിലിൽ കിടക്കുകയാണ് അവരെന്നാണ് പറയുന്നത്. അതായത് BJP-യും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് സമരം ചെയ്യുന്നു, സർക്കാരിനെതിരായ സമരം ചെയ്യുന്നു. ഇത് അധികാരത്തിലേക്കുള്ള ഭ്രാന്താണ്. പ്രസ്താവനകൾ കൊണ്ട് ഈ മന്ത്രി സജി ചെറിയാൻ പൊല്ലാപ്പ് പിടിക്കുന്നത് ആദ്യമായിട്ട്
ആയിട്ടല്ല ഇതിനു മുമ്പ് കുന്തവും കുടച്ചക്രവും അടക്കമുള്ള പ്രസ്താവന നമുക്കറിയാം. പക്ഷേ ഈ പ്രസ്താവനയിൽ കൃത്യമായി പറയുന്നത് അധികാരവും പണവും ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാം. കൃത്യമായി മരുന്നില്ലാതെ, കൃത്യമായി മെഷീനറികളില്ലാതെ ഹാരിസ് ചിറക്കലടക്കം പറഞ്ഞ കാര്യങ്ങൾ അതാണ്. ആ ഹാരിസ് ചിറക്കൽ നേതൃത്വം വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് പോലും മെഷീനറികളില്ല, കൃത്യമായി ഓപ്പറേഷൻ നടത്താൻ സർജറി ഉപകരണങ്ങളില്ല, പല ആശുപത്രികളിൽ മരുന്നില്ല. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. മന്ത്രിമാർക്ക് അസൗകര്യമുണ്ടെങ്കിൽ അവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാം. ഇവിടുത്തെ സാധാരണക്കാരന്റെ ആരോഗ്യം അതെങ്ങനെ നോക്കും, അതെങ്ങനെ മെച്ചപ്പെടുത്തും? ഈ സർക്കാർ ആശുപത്രികളെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാനാകും? എത്രത്തോളം സർക്കാർ ആശുപത്രികൾ നമുക്ക് കൃത്യമായ ചികിത്സ തരും? ഇതിനൊക്കെയല്ല മറുപടി പറയേണ്ടത്. മരുന്ന് വേണം, ആശുപത്രി ഉപകരണങ്ങൾ വേണം, ആശുപത്രികൾക്ക് സൗകര്യം വേണം, സർക്കാർ ആശുപത്രികൾക്ക്. ഇതിനല്ലേ നമ്മൾ ഉത്തരം തേടേണ്ടത്? അതെ, തീർച്ചയായും സുഹൈൽ. തുടരാം. തീർച്ചയായും സുഹൈൽ, അതിന് തന്നെയാണ്, ആ ഒരു ഉത്തരം തന്നെയാണ് നമ്മൾ മന്ത്രിയിൽ നിന്നും പ്രതീക്ഷിച്ചത്. പക്ഷേ മന്ത്രി ഇവിടെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന, മന്ത്രിമാർ ചികിത്സ തേടുന്നതിൽ ഒരു പുതുമയൊന്നുമില്ല, അതിൽ ഒരു കാര്യവുമില്ല, അത് വലിയ സംഭവമൊന്നുമല്ല എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതേസമയം തന്നെയാണ് മന്ത്രി ഈ ആശുപത്രികൾ തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് പോലും അത്യാധുനിക സൗകര്യങ്ങളുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് എന്ന് മന്ത്രി പറയുന്നത്. പക്ഷേ സാധാരണക്കാരൻ്റെ പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ആശുപത്രികൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. ആ ആശുപത്രികളെ തകർക്കാനുള്ള ശ്രമമാണ് BJPയും കോൺഗ്രസും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സമരങ്ങളെയും ആരോഗ്യമന്ത്രിയുടെ മറവ് പിടിച്ചുകൊണ്ട്, ആരോഗ്യമന്ത്രിക്കെതിരായ സമരം നടത്തിക്കൊണ്ട് പൊതുജന ആരോഗ്യത്തെ, അല്ലെങ്കിൽ പൊതു ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ്. ഇതിലൂടെ സ്വകാര്യ ആരോഗ്യ കുത്തക മുതലാളിത്വ ആശുപത്രികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് എന്നാണ് പറയുന്നത്. അതേ മന്ത്രി തന്നെയാണ്, അതേ വാക്കുകൾ കൊണ്ട് തന്നെയാണ് പറയുന്നത് സ്വകാര്യ ആശുപത്രികളുടെ മേന്മയെ വർണ്ണിക്കുന്നതും വിശേഷിപ്പിക്കുന്നതുമെല്ലാം ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വിരോധാഭാസമായി ചൂണ്ടിക്കാണിക്കുന്നത്. സുഹൈൽ, സുജിത്ത്, അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷത്തിന്റെ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ മെഡിക്കൽ കോളേജുകളടക്കം, സർക്കാർ ആശുപത്രികളടക്കം ഈ പറയുന്ന സൗകര്യങ്ങളുടെ അഭാവം അത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നും സ്വകാര്യ ആശുപത്രി മേഖലയെ സഹായിക്കാനാണെന്നൊക്കെ ആരോപണങ്ങൾ പ്രതിപക്ഷമൊക്കെ ഉയർത്തുന്നതിനിടെ അതിനെ ഏതാണ്ട് സാധൂകരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് അത്തരത്തിൽ തന്നെ മന്ത്രിയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ആദ്യം പരിഹരിക്കേണ്ടത് നമ്മുടെ സംവിധാനത്തിലെ ന്യൂനതകളാണ്, മെഷീനറികൾ ഇല്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് സർക്കാരാണ്, അല്ലാതെ മെഷീനറികളില്ല എന്നോർത്ത് എല്ലാവർക്കും സ്വകാര്യ ആശുപത്രിയിൽ പോകാനാകുമോ? അതെ, തീർച്ചയായും മന്ത്രിമാർക്ക് ആശുപത്രികളിൽ, സ്വകാര്യ ആശുപത്രികളിൽ, അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ ചികിത്സ തേടാൻ കഴിയും. അതിനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട്. പക്ഷേ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ പലതരം ടെസ്റ്റുകൾക്കെല്ലാം പുറത്ത് ആശുപത്രിയിൽ അതിനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ സ്വകാര്യ ലാബുകളിലേക്കും മറ്റും എഴുതി നൽകുന്നു. ഇത് ചില സ്വകാര്യ ലാബുകളും ഇത്തരത്തിലുള്ള സ്കാനിംഗ് സെന്ററുകളുമായി ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തിയ ഒരു ധാരണയുടെ പുറത്താണ്. ഇത് കമ്മീഷൻ വ്യവസ്ഥയിലാണ് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഒരു പ്രസ്താവന കൂടി വന്നിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നതിൽ തെറ്റില്ല, പക്ഷേ സാധാരണക്കാർക്ക് ഈ സർക്കാർ ആശുപത്രികൾ മാത്രമാണ് ആശ്രയം. ആ ആശുപത്രികളെ തകർക്കാൻ, അല്ലെങ്കിൽ ആ ആശുപത്രികളെ തകർക്കാനുള്ള നീക്കം ഒരു കോൺഗ്രസും BJPയും ഒക്കെ നടത്തുന്നു. ഇതിലൂടെ ഇതിനെ തകർത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയുള്ള സഹായകരമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ മുൻനിർത്തിയുള്ള, അല്ലെങ്കിൽ അതിന്റെ മറ പിടിച്ചുള്ള സമരം എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെ പറയുമ്പോൾ തന്നെ മന്ത്രി പറയുന്നത് സ്വകാര്യ മേഖലയുടെ ഗുണഗണങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ട് പണമുള്ളവന്, മന്ത്രിമാരടക്കമുള്ളവർക്ക് ഈ സ്വകാര്യ ചികിത്സിക്കണമെന്നൊക്കെ ഈ പറയുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാൽ മാത്രം ജീവൻ തിരിച്ചു കിട്ടുന്ന ആ ഒരു സൗകര്യം എല്ലാവർക്കും കിട്ടില്ല. സാധാരണക്കാരനും സ്വകാര്യ ആശുപത്രിയോട് കിടപിടിക്കുന്ന ചികിത്സാ സൗകര്യം സർക്കാർ ആശുപത്രികൾ ലഭ്യമാക്കണം. അതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല.